മോളെ, ഇങ്ങനെ ചെയ്തെങ്കിലേ കൂടുതൽ പ്രയോജനം ഉണ്ടാകൂ. കാര്യം, നീ ഉദ്ദേശിക്കുന്നത് നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വേണം എന്ന് അമ്മായിച്ചനാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ സിതാരയ്ക്കും തോന്നി ഇത് കൊള്ളാം. എന്തായാലും നമുക്ക് സിതാരയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സിതാര. യഥാർത്ഥ പേരല്ല. ഞാൻ ഒരു ടീച്ചറാണ്. എനിക്ക് 30 വയസ്സ്. 3 വർഷം മുമ്പാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു കണക്കിന് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് ഉടനെ തന്നെയാണ് മാട്രിമോണിയൽ സൈറ്റ് വഴി ഈ ആലോചന വന്നത്. അങ്ങനെ അത് പെട്ടെന്ന് ഉറപ്പിച്ചു. എന്നെ കാണാൻ വന്ന 3-ാമത്തെ ചെക്കനാണ് എൻ്റെ ഭർത്താവ്. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ നല്ല ചുറ്റുപാടും ജാതകങ്ങളൊക്കെ ചേരുമെന്ന് പറയുന്ന സ്ഥിരം പല്ലവി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് സ്ത്രീകൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടവരാണ് എന്നുള്ള ആപ്തവാക്യം എൻ്റെ അമ്മ പറഞ്ഞത് ഞാനവിടെ അനുസരിച്ചു. പിന്നെ ഭർത്താവിന് റെയിൽവേയിലാണ് ജോലി. അദ്ദേഹം തമിഴ്നാട് ഡിവിഷനിലാണ്. ആ കോയമ്പത്തൂർ ഈറോഡ് ഭാഗത്താണ് ജോലി. അവിടെ നിന്ന് 2 ആഴ്ച കൂടിയിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ കോട്ടേഴ്സും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാനവിടെ പോയി ഇടയ്ക്ക് നിൽക്കാറുമുണ്ട് പലപ്പോഴും. പക്ഷേ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ഇവിടുത്തെ ജോലിയൊട്ട് വിട്ടുകളയാനും പറ്റില്ല. അത്രയ്ക്ക് കൊതിച്ച് നേടിയെടുത്ത ജോലിയല്ലേ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നു. ഭർത്താവിനതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഭർത്താവിന്റെ വീട്ടിൽ അമ്മായച്ചനുണ്ട്, അമ്മായമ്മയുണ്ട്. അമ്മായമ്മ വീടിന് പുറത്ത് ഇറങ്ങാത്ത ടൈപ്പാണ്. എല്ലാം നമ്മൾ കൊണ്ട് കാൽച്ചോട്ടിൽ കൊടുക്കണം. എങ്കിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കും. ഇല്ലെങ്കിൽ ഒന്നും മിണ്ടില്ല. അമ്മായിപ്പൻ അതെല്ലാം കണ്ടറിഞ്ഞ് സ്മാർട്ടായിട്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം 23 വർഷം ഗൾഫിലായിരുന്നു. അതിൻ്റെതായ സമ്പാദ്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ജോലിക്കൊന്നും പോകേണ്ട ഒരാവശ്യവുമില്ല. പുള്ളി സുഖിമാന ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അമ്മായിമ്മ അതിലൊന്നും എതിര് പറയാറില്ല. വീട്ടിൽ 2 കാറുണ്ട്. അതൊക്കെ എടുത്ത് പുള്ളി കറങ്ങാൻ പോകും. അമ്മായിമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മായിച്ചിന് എവിടെ വേണമെങ്കിലും പോകാം. അങ്ങനെ ഒരു സ്വഭാവമാണ്. ഭർത്താവിനെ ചോദ്യം ചെയ്യാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും പോകില്ല. എല്ലാം ശാന്തമായി പറയുന്ന ഒരു ടൈപ്പാണ്. അങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ആ സ്വഭാവം എൻ്റെ ഭർത്താവിനുമുണ്ട്. ആകെ ഒരു മന്ദതയാണ്. വളരെ സ്ലോ ആണ്. പല കാര്യങ്ങൾക്കും നല്ല കട്ടിയുള്ളൊരു ചുവരിൽ ആണിയടിക്കണം. അപ്പോ ആണിയുടെ പുറത്ത് വെറുതെ ചുറ്റിക വെച്ച് ഡും ഡും എന്ന് കൊട്ടിക്കഴിഞ്ഞാൽ ആണിയടിക്കാൻ പറ്റുമോ? ഇല്ല. ശക്തിയായിട്ട് അടിക്കണം. എങ്കിലേ തുളച്ചു കയറൂ. ആ കാര്യം അറിയാത്തൊരു മനുഷ്യനാണ് എൻ്റെ ഭർത്താവ്. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ ആണിയടിക്കാന്ന് എന്ന് പറഞ്ഞ പോലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് പുള്ളിയെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. ടീച്ചറാണെങ്കിലും ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നല്ല പ്രേമബന്ധങ്ങളും അതേപോലെ അതിനു മുമ്പ് അത്യാവശ്യ എക്സ്പീരിയൻസുകളൊക്കെയും എൻ്റെ ജീവിതത്തിലുണ്ട്. ആരും കല്യാണം കഴിക്കാമെന്ന് പറയുന്ന പ്രേമമൊന്നുമില്ലായിരുന്നു. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല പരീക്ഷണങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. ഫുള്ളായി പല കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്കറിയില്ലെങ്കിലും അതിൻ്റെ പല വശങ്ങളും ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ളവളാണ്. അത്രയ്ക്കങ്ങ് നല്ല ടീച്ചർ മനസ്സെനിക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ടീച്ചറാകുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായതുകൊണ്ട് പലപ്പോഴും എനിക്ക് അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണമെന്ന് നേരത്തെ എനിക്ക് തോന്നിയിരുന്നു. നമ്മൾ കോമഡി സ്കിറ്റിലൊക്കെ കാണില്ലേ, എടി ചന്ദ്രി ഞാനിപ്പോ പോണോ എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു സംസാരവും പ്രവൃത്തിയും ഒക്കെയാണ്. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയ ടെസ്റ്റൊക്കെ എഴുതി പാസ്സായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധിയുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായി നോക്കുമ്പോഴേക്കും നമുക്കത്ര വലിയ ഇംപ്രഷൻ ഒന്നും തോന്നില്ല. അമ്മായിമ്മയുടെ തനി ഗുണമാണ് മകന് കിട്ടിയിട്ടുള്ളത്. ആരെ കുറ്റം പറയാനാണ്? 10 ഗുണം 10 ഗുണം. ഞാൻ ജോയിൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വേറൊരാളും എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരുന്നു. ലതീഷ് സാർ. പുള്ളി എൻ്റെ സെയിം പ്രായമാണ്. ഏതാനും മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പുള്ളിക്കാരനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതുപോലൊരു ഭർത്താവാണ് എനിക്ക് വേണ്ടത്. ഇത്രയും സ്റ്റൈൽ വേണം, ഇത്രയും പൗരുഷം വേണം, ഇത്രയും ആകാരവടിവ് വേണം. ഇങ്ങനെയുള്ളൊരു പുരുഷനെ എനിക്ക് കിട്ടണം. ഞാനാണെങ്കിൽ ആദ്യമേ പുള്ളിയോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചതാണ്, പ്രേമിച്ച്. അതോടുകൂടി എനിക്ക് ഇച്ഛാഭംഗമായി. അങ്ങനെ ആ ഓപ്ഷൻ നഷ്ടപ്പെട്ടു. കണ്ടപ്പോൾ തന്നെ ഒത്തിരി സ്വപ്നം കണ്ടതാണ്. എന്തോ അതുകൊണ്ടായിരിക്കാം എനിക്ക് പുള്ളിക്കാരനോട് വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു. പിന്നീടാണല്ലോ എൻ്റെ കല്യാണം കഴിഞ്ഞത്. പക്ഷേ ആ സമയത്തേക്ക് ലതീഷ് സാർ അവിടെ എല്ലാവരുടെയും അട്രാക്ഷൻ പിടിച്ചു പറ്റി. എൻ്റെ കൂടെയുള്ള ജയലക്ഷ്മി ടീച്ചർക്ക് ലതീഷ് സാർ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര നാക്കാണ്. യോ, ലതീഷ് സാർ പറഞ്ഞത് കേട്ടോ,
ചിരി കണ്ടോ, എന്ത് രസമാണ്, മീശ കണ്ടോ, താടി കണ്ടോ ട്രിം ചെയ്തിരിക്കുന്നത്, ഇന്നിട്ടോണ്ട് വന്ന ജീൻസ് കണ്ടോ, പാൻറ് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര ഇളക്കമാണ്. ഇളക്കം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ദിവസം ചോദിച്ചു, ടീച്ചറെ അയാൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ള ഒരാളാണ്, എന്തിനാണ് വെറുതെ ഇങ്ങനെ അയാളോട് താല്പര്യം പ്രകടിപ്പിക്കുന്നത്? കണ്ടു കഴിഞ്ഞാൽ എന്തോ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് പോലെ തോന്നുമല്ലോ എന്ന്. അപ്പോഴേക്കും ടീച്ചർ, അങ്ങനല്ല, നല്ലൊരാണിനെ കണ്ടു കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് സ്ത്രീയുടെ ഒരു ചോദനയാണ്, കടമയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇതുവരെ ടീച്ചർ ഇവിടുള്ള ഒരു മെയിൽ സ്റ്റാഫിന്റെ കാര്യമോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ പോലും വർണ്ണിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറയുകയാണ്, പിന്നെ സൗന്ദര്യം സ്റ്റൈലില്ലാത്ത ആണുങ്ങളെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് എന്ത് കാര്യം, അപ്പോ ടീച്ചറുടെ ഭർത്താവിന് സൗന്ദര്യമില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ടീച്ചറിനോട് പറയണം, ആ തനിക്ക് പറ്റിയതുപോലെയാണ് എനിക്ക് പറ്റിയിരിക്കുന്നത്, അത്ര വലിയ മെച്ചമൊന്നുമല്ലെന്ന്. ഞാൻ അവരോട് എൻ്റെ ദാമ്പത്യത്തിലെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് സ്കൂളിൽ വന്ന് അല്ലെങ്കിൽ വീട്ടിലൊക്കെ വന്ന് ഇവർ കണ്ടിട്ടുണ്ട്, അതല്ലാതെ ഒരിക്കൽ പോലും ഞങ്ങൾ ദാമ്പത്യത്തിലുള്ള ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. പിന്നെ ആ സ്ത്രീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. ടീച്ചർ എന്താ പറഞ്ഞത്, എൻ്റെ ഭർത്താവിനെ പോലെ? അപ്പോൾ ടീച്ചർ എന്നെ ഒന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ കണ്ടാൽ അറിഞ്ഞുകൂടെ, അങ്ങേരെ കൊണ്ട് ഒരു കടലും കടക്കാൻ പറ്റില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ ഭർത്താവിനെ കൊണ്ടും. അയാൾക്ക് കടലും കടക്കാൻ പറ്റില്ല, ഒരു തോട് പോലും കടക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ തോട് കടക്കാനോ പാലം കടക്കാനൊക്കെ സഹായിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉള്ളത് നല്ലതല്ലേ? അപ്പൊ ടീച്ചർ മല എറിഞ്ഞതാണോ സാറിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ പറഞ്ഞു, മോളെ മല ഞാൻ എറിയും, എറിഞ്ഞതിൽ കുരുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, എന്നാൽ അയാൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ അല്ലേ, അതവിടെ ഇരുന്നോട്ടെ, അവരെ നമ്മൾ ശല്യപ്പെടുത്താൻ പോകുന്നില്ല, അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല, നമ്മൾ പോകുമ്പോൾ നമ്മൾ ദൂരെ എവിടെയെങ്കിലും അങ്ങ് പോകും എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് തലോടി. അപ്പൊ ടീച്ചർ രണ്ടും കൽപ്പിച്ചാണ്, പക്ഷെ കുറെ നാളായിട്ട് നോക്കുന്നുണ്ടല്ലോ, ഇതുവരെ ഒന്ന് ശരിയായില്ലെന്ന് ചോദിച്ചു. ശരിയാക്കും, കാത്തിരിക്കുമ്പോൾ കിട്ടുന്ന കനിക്ക് മധുരം കൂടുതലായിരിക്കും. ടീച്ചർക്ക് അപാര ധൈര്യമാണ്. ഇതൊക്കെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഭർത്താവ് അറിയാതെ? പിന്നെ ഭർത്താവിനോട് പറഞ്ഞിട്ടാണോ നമ്മൾ കാര്യങ്ങളെല്ലാം നടത്തുന്നത്? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലക്ഷ്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ലെങ്കിലും അവർ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറിയില്ല. അപ്പോഴാണ് ലതീഷ് സാറിനെ ഞാൻ കൂടുതൽ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും. ആദ്യമുണ്ടായ ഒരു ഇച്ഛാഭംഗം എനിക്കും അങ്ങ് മാറി. ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിൽ എന്താ, നമുക്ക് വേണ്ടത് വിവാഹമൊന്നുമല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആവശ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. സാറ് എന്തുകൊണ്ടോ അതിന് അനുയോജ്യനാണെന്ന് ടൈറ്റിൽ തെളിഞ്ഞ ജയലക്ഷ്മി ടീച്ചർ വരെ വിചാരിക്കുന്നു. അപ്പോൾ അതുള്ളതായിരിക്കും. എനിക്ക് ആകെക്കൂടി മനസ്സിലൊരു വിഷമമായി, ടീച്ചർ എല്ലാം അടിച്ചെടുക്കുമോ എന്നുള്ളത്. പക്ഷേ സംസാരിക്കുമ്പോൾ പുള്ളി അങ്ങനെയുള്ള ഒരു ഭാവഭേദങ്ങളും ആരോടും ഇടാറില്ല. എല്ലാവരോടും സ്നേഹമായി റെസ്പെക്ട്ഫുള്ളി ആണ് സംസാരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇംപ്രഷൻ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിലുള്ള വീക്ക്നെസ് ഒന്നും തോന്നില്ല. പ്രേമിച്ച് കല്യാണം കഴിച്ച് ഭാര്യയുമായി അത്രയ്ക്കും ഒട്ടി ജീവിക്കുകയാണ്. ഇതൊന്നും നടക്കില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായി അമ്മായിച്ചൻ്റെ സ്കൂളിലേക്ക് വരുന്നത്. പുള്ളി അങ്ങനെ വരാറേയില്ല. ആദ്യകാലത്തും കണ്ട് ഒരു വട്ടം വന്നിട്ടുണ്ട്. അമ്മായിമ്മ ഹോസ്പിറ്റലിലാണ്. ആ ഹോസ്പിറ്റൽ എൻ്റെ സ്കൂളിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അകലെയാണ്. അമ്മായിച്ചൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ക്ലാസ്സിലായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നേരിൽ വന്നത്. അമ്മയ്ക്ക് തലകറക്കം. ഞാൻ പെട്ടെന്ന് പെർമിഷൻ ചോദിച്ച് അവിടേക്ക് പോയി അമ്മായിച്ചൻ്റെ കൂടെ. അദ്ദേഹം ബുള്ളറ്റിലാണ് വന്നത്. അല്ലച്ചാ, ബുള്ളറ്റിലാണോ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്? അല്ല മോളെ, ഞാൻ ടൗണിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്താണ് അവളുടെ ആങ്ങൾ അവളെ കാണാൻ വന്നത്. അപ്പോഴാണ് അവൾക്ക് തലകറക്കം ഉണ്ടായത്. അവനാണ് ഹോസ്പിറ്റലാക്കിയത്. ഞാൻ പറഞ്ഞു, ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് വരാം, ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന്. സ്ഥിരം അവളോടാണല്ലോ കാണിക്കുന്നത്. അങ്ങനെയാണ് മോളെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിയുടെ അനിയത്തി എത്തി. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. കാര്യം BP വേരിയേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. മരുന്ന് കഴിക്കാൻ മറന്നുപോയി, അതാണ് സംഭവിച്ചത്. എന്തായാലും പ്രശ്നം ഒതുങ്ങി. അമ്മ പറഞ്ഞു, ആ എങ്കിൽ ഒരു കാര്യം ചെയ്യാം മോളെ, ഞാൻ കൊണ്ട് സ്കൂളിൽ വിടാം. ഓക്കെ അച്ഛന്ന് പറഞ്ഞ് അവരോടെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അങ്ങനെ അമ്മായിച്ചനാണ് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുവിട്ടത്. കോമ്പൗണ്ട് കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോഴേക്കില്ലേ പെട്ടെന്ന് ലതീഷ് സാർ വന്നു. അയ്യോ മാമൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അച്ഛൻ, അയ്യോ മോനെ, നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? എനിക്കറിയില്ലായിരുന്നല്ലോ, എത്ര നാളായിടാ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മായിച്ചൻ്റെ ഒരു അടുത്ത ബന്ധത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ലതീഷ് സാറ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു. എന്നെ പരിചയപ്പെടുത്തി അമ്മായിച്ചൻ നിനക്ക് അറിയില്ലെന്ന്. ആ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസമാണ് ജോയിൻ ചെയ്തത്. അമ്മായിച്ചൻ്റെ വലിയച്ഛൻ്റെ കൊച്ചുമോളുടെ മോനോ മറ്റോ ആണ്. ഏറ്റവും അടുത്ത ബന്ധമാണ്. എന്തായാലും അവർ ദൂരെ ഒരു ജില്ലയിലെ താമസിച്ചുകൊണ്ട് ഇങ്ങോട്ട് മാറി വന്നതൊന്നും അറിഞ്ഞില്ല. ഈ വിവാഹത്തിനൊക്കെയല്ലേ പലരും കാണുകയുള്ളൂ. എന്തായാലും
എന്തായാലും അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ രതീഷ് സാറിന്റെ ബന്ധുക്കാരിയാണ്. എനിക്ക് അദ്ദേഹത്തിൽ കുറച്ച് അവകാശങ്ങളുണ്ടല്ലോ ജയലക്ഷ്മി ടീച്ചറെക്കാൾ എന്ന് ഞാൻ ഓർത്തു. എന്തായാലും അതെനിക്കൊരു പുതിയ തിരിച്ചറിവായിരുന്നു. എന്നോട് ടാറ്റ പറഞ്ഞിട്ട് അമ്മായിച്ചൻ പോയി. രതീഷ് സാറും എന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന പോലെ ചിരിച്ച് സംസാരിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോയി. ഞാനാണെങ്കിൽ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നേ. അപ്പോൾ ജയലക്ഷ്മി ടീച്ചർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ടീച്ചറിനോട് ചോദിക്കുകയാണ്, അല്ല ഇന്നെന്താ ഭർത്താവ് വന്നിട്ട് സ്റ്റാഫ് റൂമിൽ കയറാതെ പോയത്? രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് വരുന്ന കണ്ടല്ലോ എന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾ തള്ളയായോ, 19 വയസ്സായോ, നിങ്ങളുടെ കണ്ണൊന്നും കാണില്ലേ, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല ഭർത്താവല്ല വന്നത്, എന്റെ അമ്മായിച്ചനാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. അപ്പോ ടീച്ചർ ഊറിച്ചിരിച്ചോണ്ട് പറയാണ്, രണ്ടും ഒന്നാണ്. ഒരു വീട്ടിൽ അച്ഛനും മകനും ഉള്ളപ്പോൾ നിനക്ക് രണ്ട് ഗുണമല്ലേ? ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ? പിന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞത് നിങ്ങൾക്കായിരിക്കും ചേരുക. നിങ്ങൾക്ക് പക്ഷേ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയാൻ പറ്റില്ല. ഒരു വെടിക്ക് 100,000 പക്ഷി എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണല്ലോ തനി സ്വഭാവം എന്ന്. അത് കേട്ടപ്പോൾ അവർ വഴക്കുണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളിക്കാരി ഓറ് ചിരിച്ചു. അതിനു വേണ്ട മോളെ മിടുക്ക് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുകയാണ്, എന്തായാലും നീ ഒരു ഭാഗ്യവതിയാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് ഭർത്താവ് ഇങ്ങനെയായല്ലോ, എന്നെ പോലെ ആയിരിക്കുമെന്ന്. പക്ഷേ ഇത്രയും നല്ലൊരു അമ്മായിച്ചൻ അവിടെ ഉള്ളപ്പോൾ നീ ഭാഗ്യവതിയാണ്. ടീച്ചർ എന്തൊക്കെയാ പറഞ്ഞത്? എടി നിന്റെ ഇരിപ്പും അതേപോലെ അങ്ങയുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ആ വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ടും ഇത്രയും സന്തോഷത്തോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണെന്ന്. കരിവീട്ട് കളഞ്ഞതുപോലെ ഒരമ്മായിച്ചൻ. ഞാൻ പറഞ്ഞു, ടീച്ചറിന്റെ ഭാവന കൊള്ളാം. ഈ പണ്ട് ചില വാരികളുണ്ടല്ലോ 10 രൂപയ്ക്ക് കിട്ടുന്നത്, ഇത്തരം കഥകൾ വരുന്നത്, അത്തരം കഥകൾ എഴുതുന്ന ഒരാളാണ് ടീച്ചർ. പ്രത്യേകിച്ച് ഭാവന ഒന്നും വേണ്ട, കമ്പിയും സിമിറ്റും കൂട്ടി ഉടനെ തന്നെ കഥ മെനയുന്ന ആളാണ് ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറയുകയാണ്, മോളെ ഇതൊക്കെ നീ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നിനക്കാണ് നഷ്ടം. ഇത്രയും കൺമുന്നിലുള്ളപ്പോൾ എന്തിനാടി വെറുതെ ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഭാവനയാണെങ്കിൽ നീ അത് യഥാർത്ഥമാക്കൂ. ടീച്ചറോട് വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം കൂടുതൽ ആളുകൾ ഇതൊക്കെ അറിയാൻ വേണ്ടി മാത്രമേ അത് ഉപകരിക്കൂ. എന്നാലും തിരിച്ച് ഒരു ചുട്ട മറുപടി കൊടുക്കണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ല ടീച്ചറെ, ടീച്ചർ കണ്ടില്ലേ ലതീഷ് സാറിനോട് എൻ്റെ അമ്മായിച്ച് സംസാരിക്കുന്നതും? ആ കണ്ടു. എന്താ പരിചയപ്പെടുത്തിയാണോന്നും? ഞാൻ പറഞ്ഞു, പരിചയപ്പെടുത്തിയതൊന്നുമല്ല, ശരിക്കും ഇല്ലേ എൻ്റെ അടുത്ത ബന്ധമാണ് ലതീഷ് സാർ, അമ്മായിച്ചൻ്റെ കൊച്ചച്ഛൻ്റെ മോനാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാൽ തോന്നിയ പോലെ ഒരു ബന്ധം പറഞ്ഞ് തട്ടിവിട്ടു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജയലക്ഷ്മി ടീച്ചറുടെ മുഖം അങ്ങ് മാറി. അത് കൊള്ളാം, ഇപ്പോ കരക്കിരുന്നവർ കളത്തിലിറങ്ങിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, സ്വാഭാവികമായി ഞങ്ങളുടെ ബന്ധുവായി. ഈ ആഴ്ച തന്നെ വീട്ടിലേക്ക് വരുമായിരിക്കും എന്ന് പറഞ്ഞ് ചാട്ടുള്ളി പോലെ ഞാൻ അകത്തേക്ക് പോയി. ടീച്ചർക്കത് ഒട്ടും ദഹിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അസൂയയോടുകൂടി എന്നെ നോക്കിയാണ്. ഇനി ഞാൻ വളച്ചൊടിച്ചോ എടുക്കുമെന്ന് ഒരു സംശയം കാണുമായിരിക്കും. എന്തായാലും അങ്ങനെ വീട്ടിൽ വരുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞതാണ്. എങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ സാർ അവിടെ വന്നു. അമ്മാച്ചനാണ് വിളിച്ചത്. പുള്ളി നമ്പരൊക്കെ വാങ്ങിച്ചിരുന്നു. എന്തായാലും എല്ലാവരും കൂടി അത്താഴമൊക്കെ കഴിച്ച് വളരെ സൗഹൃദത്തോടുകൂടിയാണ് പിരിഞ്ഞത്. അപ്പോഴാണ് ലതീഷ് സാർ പറഞ്ഞത്, എനിക്ക് വീട്ടിലേക്ക് പോയി വരാൻ കുറെ ദൂരമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാൻ തുടങ്ങുകയാണ്. ഒരു സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാ മോനെ മാറുന്നേ എന്ന് അമ്മായിച്ചൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ മാസം 15 തൊട്ട് മാറാമെന്നാണ്. എവിടെയാ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ് പുള്ളി വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ പറയുകയാണ്, അയ്യോ ആ ഫ്ലാറ്റ് എന്റെ സുഹൃത്തിന്റെ ആണ്. ആണോ മാമ? പക്ഷെ നല്ല വാടകയെ ചോദിക്കുന്നേ. അത് സാരമില്ലടാ, ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാം, കുറച്ചെങ്കിലും കുറയ്ക്കും എന്ന് പറഞ്ഞു. അന്ന് മാമൻ എന്നോട് വരണമെന്ന് പറഞ്ഞു. വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പിറ്റേ ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സാറിനോട് ചോദിച്ചു, അല്ല സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പോയിട്ട് വരാൻ ഒരു 25 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, അതിനെത്ര സമയം എടുക്കും? എന്തിനാണ് ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, വീട്ടിലൊന്നും പോയി വന്നു കഴിഞ്ഞാൽ ശരിയാകില്ല. എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, പ്രശ്നമൊന്നുമില്ല, ഞാൻ പ്രേമിച്ച കല്യാണം കഴിച്ചെന്നറിയാമല്ലോ. അറിയാം. ഭാര്യ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ? അതൊന്നുമില്ല. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, അത്
നിങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം തന്നെ. എന്ത് പ്രശ്നം? എല്ലാ പെണ്ണുങ്ങൾക്കുള്ള എന്ത് പ്രശ്നമാണ്? സംശയരോഗം. അത് തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തിരിക്കുകയാണ്. ഈ വിവാഹബന്ധം പിരിയാതിരിക്കണമെങ്കിൽ ഞാൻ കുറച്ചുനാൾ മാറി നിൽക്കണം. അതൊക്കെ കൊള്ളാം. പക്ഷെ എന്ന് പറഞ്ഞ് സ്ത്രീകളെ മുഴുവനും അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചത് ശരിയല്ല. എനിക്ക് എന്റെ ഭർത്താവിനോട് സംശയമൊക്കെ ഒന്നുമില്ല. ആ, എങ്കിൽ നല്ലതെന്ന് പുള്ളി പറഞ്ഞു. എന്നാലും പുള്ളിക്കാരന് കുറെ അധികം വിഷമങ്ങളുണ്ട്. തനിയെ താമസിക്കട്ടെ, അതും നന്നാകുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അത് കറക്റ്റ് ആയിരുന്നു. പിന്നീട് അമ്മായിച്ചന്റെ കൂടെ സാർ വീട്ടിലേക്കൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പോവുകയും ചെയ്യും. രണ്ടുപേരും കൂടെ അമിതമായ സൗഹൃദമാണ്. എനിക്ക് മനസ്സിലായ കാര്യം, രണ്ടുപേരും കൂടി ആ ഫ്ലാറ്റ് ഒരു ബാറായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. ഞാൻ ഒരു ദിവസം അമ്മായിച്ചനോട് ചോദിച്ചു, അച്ഛാ, മിക്ക ദിവസങ്ങളിലും അച്ഛൻ ഇത്തിരി കുടിച്ചിട്ടാണ് വരുന്നത്. ലതീഷ് സാറിന്റെ കൂടെ ഫ്ലാറ്റിൽ പോയിരുന്ന് നല്ല രീതിയിൽ രണ്ടുപേരും കൂടെ അവിടെ എൻജോയ് ചെയ്യുകയാണല്ലേ. എനിക്ക് മനസ്സിലായി കാര്യം. അച്ഛന് നല്ലൊരു സ്പേസ് ടൗണിൽ കിട്ടി. അതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആഹാ, എന്റെ മരുമകളെ വല്ല സ്പൈ ആയിട്ട് വായിക്കാൻ കൊള്ളാലോ, പെട്ടെന്നെല്ലാം കണ്ടുപിടിച്ചല്ലോ, വല്ലാത്ത ബുദ്ധി തന്നെ എന്ന് പറഞ്ഞപ്പോൾ, ആ, അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഇപ്പോഴത്തെ ഇളക്കം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ രണ്ടാണുങ്ങൾ അവിടെ നല്ലൊരു സ്പേസും എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ പറഞ്ഞ് സൊറ പറഞ്ഞ് ഇത്തിരി ഒന്ന് വീശിയിരിക്കുന്നത് നല്ലല്ലേ മോളെ എന്ന് പറഞ്ഞു. ഓവർ ആകരുത് കേട്ടോ, നേരത്തെ ആഴ്ചയിൽ 1-2 വട്ടം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ദിവസം ഉണ്ടല്ലോ എന്ന്. അപ്പൊ അമ്മായിച്ചൻ പറഞ്ഞു, മോളെ, അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്, അവൻ ഒട്ടും റിലാക്സ് അല്ല. അതുകൊണ്ടാണ് ഞാനൊരു കമ്പനി കൊടുക്കുന്നത്. കുറച്ചു നാളത്തേക്ക് കാണുകയുള്ളൂ. അവൻ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് കുറച്ച് കൊണ്ടുവരാം. അപ്പോ അച്ഛനാണോ അങ്ങേരുടെ സൈക്കോളജിസ്റ്റ്? ആണെന്ന് വിചാരിക്കും മോളെ, ഒന്ന് സഹകരിക്കടി, ആരോടും പറയല്ലേ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ലതീഷ് സാറിനോട് ചോദിച്ചു. പുള്ളി ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇപ്പൊ ഭാര്യയുമായിട്ട് യാതൊരു താല്പര്യമില്ല, അകന്നാണ് ജീവിക്കുന്നത്. സ്വസ്ഥത വേണം, പക്ഷെ നാട്ടുകാരെ വീട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടിയാണ് എസ്കേപ്പ് ചെയ്തത് എന്നെല്ലാം പറഞ്ഞു. ഈ സംഭവത്തോടു കൂടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. രാത്രി എന്നെ അരമണിക്കൂറെങ്കിലും വിളിക്കും. ഞാനപ്പോൾ എൻ്റെ ദാമ്പത്യത്തിൽ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പുള്ളി, സാരമില്ല, എല്ലാം ശരിയാകും, ചേട്ടൻ നല്ല സ്നേഹമുള്ള വ്യക്തിയാണ്, പതുക്കെ ശരിയായിക്കോളെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഒരു ദിവസം കുടിച്ചിട്ട് പുള്ളി സെന്റിമെന്റ്സ് പറഞ്ഞ സമയത്ത് ഞാൻ ഇതേ കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്നോട് പറയുകയാണ്, തനിക്ക് പല കാര്യങ്ങളും അറിയില്ല, തൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു വിവരമില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന്. തൻ്റെ അമ്മായിച്ചന് തന്നോട് അടങ്ങാത്ത സ്നേഹമാണ്. താൻ സ്കൂളിൽ പോയിട്ട് കൊണ്ടുവരുന്ന ചില വസ്ത്രങ്ങൾ താഴെയും മേളിലുമുള്ളതൊക്കെ അച്ഛൻ എടുത്ത് ഉപയോഗിക്കാറുണ്ട് എന്ന് സാറ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തേ പറഞ്ഞത്? ചുമ്മാ കളത്തരം പറയാമെന്ന്. അല്ലല്ല, ഇനി ശ്രദ്ധിച്ചാൽ മതി. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. തൻ്റെ അമ്മായിച്ചൻ താൻ ഇടുന്ന ബാസ്ക്കറ്റിൽ നിന്നും ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയി ധരിച്ചു നോക്കും, ആരും കാണില്ല. പിന്നെ പുള്ളി സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം പല പല കൈക്കറികളിലേക്കും കടക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഒരു കാര്യം അറിയാമോ, മെറൂൺ കളറിലുള്ള ഒരു സാധനം ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരൻ വന്നത്. ഈ കഥ പറഞ്ഞിട്ട് ഒരു ദിവസം എന്നെ ഇങ്ങനെ കാണിച്ചു, കണ്ടോ, എൻ്റെ മരുമകളുടേതാണെന്ന് പറഞ്ഞിട്ട്. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. പെണ്ണുങ്ങളുടെ ഇത്തരം വസ്ത്രങ്ങൾ ആണുങ്ങൾ ഇടേണ്ട യാതൊരു കാര്യമില്ലല്ലോ. പക്ഷേ തൻ്റെ അമ്മായിച്ചൻ അത് ഇട്ടുകൊണ്ട് ഇത്രയും ദൂരം വന്നു എന്ന് വെച്ചാൽ കുടിച്ചൊക്കെ കഴിയുമ്പോഴേക്കും ഒരു ഉന്മാദാവസ്ഥ വരില്ലേ, ആ സമയത്ത് പുള്ളിക്കത് വലിയൊരു മരുന്നാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതെപ്പോൾ തുടങ്ങിയതാണ്? അതൊക്കെ വന്ന് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേ തുടങ്ങിയതാണ്. ഇതൊന്നും താൻ അറിയുന്നില്ല. കാര്യം 3-4 ദിവസം കഴിഞ്ഞിട്ടല്ലേ അലക്കുന്നത്. അന്ന് അലക്കിടുകയായിരുന്നെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. അതെന്താ, അലക്കിയത് അദ്ദേഹത്തിന് വേണ്ടേ? വേണ്ട, അലക്കിയത് വേണ്ട, മുഷിഞ്ഞതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതൊക്കെ ഉള്ളതാണോ? ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പിറ്റേ ദിവസം ഞാൻ തുണികളിടുന്ന ബാസ്ക്കറ്റ് പരിശോധിച്ചു. അപ്പോ ഞാൻ ഇന്നലെ കൊണ്ടിട്ടിരുന്നത് കാണാനില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോഴില്ലേ, വൈകുന്നേരമായപ്പോൾ അത് യഥാസ്ഥാനത്തുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും മാറി മാറി അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നുള്ളത് കറക്റ്റാണെന്ന് സാറ് പറഞ്ഞതും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് നടക്കുന്നുണ്ട്. ആദ്യം ഇതൊക്കെ കേട്ടപ്പോഴും കണ്ടപ്പോഴും എനിക്ക് വലിയ ഷോക്കാണ് തോന്നിയത്. എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ പിന്നീട്
എന്തോ എൻ്റെ മനസ്സിൽ ഒരു മൃദുവായ തരളിതമായ ഭാവമാണ് വന്നത്. ഞാൻ അത് പ്രകടിപ്പിച്ചില്ല. പക്ഷേ ഒരു ദിവസം ലതീഷ് സാർ എന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, അല്ല, ഇത്രയൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തിനാണ് ഭർത്താവിനെ പഴിച്ചു നിൽക്കുന്നത്? അവിടെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാലും അമ്മായിച്ചൻ അങ്ങനെ ഓരോ കുസൃതികൾ കാണിക്കുന്നു. ഞാനും അദ്ദേഹത്തിനൊപ്പം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്താകും? എൻ്റെ കുടുംബജീവിതം എന്താകും? അപ്പോൾ ലതീഷ് സാർ പൊട്ടിച്ചിരിച്ചു. പിന്നെ കുടുംബജീവിതം, വലിയൊരു കുടുംബജീവിതം, ഉള്ള ഓപ്ഷൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നതാണ് മിടുക്ക്. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അമ്മായിച്ചനും മരുമകളും ഒക്കെ ആയിക്കോളൂ. ഇവിടെ ഇപ്പോൾ ഇത്രയും സൗകര്യമുള്ളപ്പോഴേക്കും എന്തിനാ ദുഃഖിക്കുന്നത്? എന്നെ നല്ലൊരു സുഹൃത്തായി കാണൂ. നിങ്ങൾക്ക് ഞാൻ കൂട്ട് കാണും. ഒന്ന് പോ സാറേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. ഒന്നുമല്ല, താനൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് വളരെ സേഫ് ആയിരിക്കും. എല്ലാറ്റിനും കൂട്ടു നിൽക്കുന്ന ഒരാളായി ഞാൻ കൂടെ കാണും. പിന്നെ എൻ്റെ രഹസ്യങ്ങളൊക്കെ ടീച്ചർക്കും അറിയാമല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇതുവരെയും ബന്ധുക്കളാണെങ്കിലും ഞങ്ങൾ ഈ സാറേ ടീച്ചറെ വിളി മാറ്റിയിട്ടില്ല. അങ്ങനെ എൻ്റെ മനസ്സ് എന്തോ വേവലാതിപ്പെടാൻ തുടങ്ങി. എന്ത് ചെയ്യണം? പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും, ഞാൻ മാമനോട് പറയട്ടെ താൻ ഓക്കെ ആണെന്ന്? വെറുതെ വസ്ത്രങ്ങളുടെ പിറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾക്കും ഒരു സമയം വേണ്ടേന്ന്. അങ്ങനെ 10-20 വട്ടം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ദിവസം അറിയാതെ മോളി, കാര്യം എനിക്കും അറിയണമായിരുന്നു. എനിക്കും ഉറക്കെയൊന്ന് മൂളണമായിരുന്നു. എൻ്റെ മനസ്സിൽ മോഹങ്ങളുണ്ട്. പക്ഷേ ശരിക്കും എനിക്ക് അമ്മായച്ചനേക്കാൾ ഇഷ്ടമാണ് ലതീഷ് സാറിനെ. പക്ഷേ ആ വഴി തെളിയുന്നില്ലല്ലോ. ഈ വഴിയിൽ കൂടി ആ വഴിയും തെളിയുമോ എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ സമ്മതമാണെന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചനോട് ചോദിച്ചു, മോളെ നിനക്ക് സമ്മതമാണെന്ന് ലതീഷ് പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, അച്ഛന് എന്നോട് നേരിട്ട് പറയാമായിരുന്നു. അങ്ങേരോട് പറഞ്ഞ് വളഞ്ഞ വഴി മൂക്ക് പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. മോളെ, അറിയാതെ ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. ഇങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വസ്ത്രങ്ങളിൽ ഒതുക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പോൾ എന്താണ്? പുള്ളി എന്നോട് എല്ലാം പറഞ്ഞല്ലോ. എനിക്ക് സമ്മതിക്കാതെ തരമില്ല. ഞാനും ആ കഥ കേട്ട് അലിഞ്ഞു പോയി അച്ഛാന്ന് പറഞ്ഞു. പുള്ളി എന്നെ നോക്കി. വീടല്ലേ, ഇവിടെ നിയന്ത്രണം വേണം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അന്ന് വൈകുന്നേരം 5 മണിയായി കഴിഞ്ഞപ്പോഴേക്കും സാറിൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. സാറ് കുറച്ചു നേരം സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാനാണെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോയി. ഞാനും അമ്മായിച്ചനും തനിയായി. മോൾക്ക് എന്നോട് വിരോധമുണ്ടോ ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിരോധവും ദേഷ്യമൊക്കെ ഭാവിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ ജീവിതം കുളമായിരിക്കുകയല്ലേ. കുളം ഒന്ന് തെളിനീരുള്ളതാക്കാൻ ആരെങ്കിലും വരുമോന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് മകൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് അമ്മായിച്ചൻ പറഞ്ഞു, ലതീഷ് എന്നോട് പറഞ്ഞിരുന്നു. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ മോളെ. അവൻ്റെ സ്വഭാവം വളരെ സ്ലോ ആണെന്ന് അറിയാമല്ലോ. ഞാൻ അവൻ്റെ അച്ഛനാണെങ്കിലും മോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സ്വഭാവം മാത്രം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രതീക്ഷ എന്താകുമെന്ന് കണ്ടറിയാമെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ വിശ്വസിക്കൂ മോളെ, എന്നെ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ആനയിച്ചു. അതിൽ എല്ലാം അടങ്ങിയിരുന്നു. എനിക്ക് എല്ലാ രീതിയിലും ഒന്നും പറയേണ്ടി വന്നില്ല. എൻ്റെ ഉള്ളിലുള്ള മോഹങ്ങളുടെ എല്ലാം ഒരു ബഹിർഗമനമായിരുന്നു അവിടെ നടന്നത്. സകല കലയും 64 കലകളും എനിക്കെന്ന് മനസ്സിലായി. ആ കലയിൽ ഞാനും അറിഞ്ഞാടി. അത് ഒരു തുടക്കം മാത്രമായിരുന്നു. സ്ഥിരമായിട്ട് ഞങ്ങളവിടെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ലതീഷ് സാർ എന്നോട് മാന്യമായാണ് പെരുമാറിയത്. ഒരു ദിവസം അമ്മായച്ചനാണ് ഇങ്ങനെ പറഞ്ഞത്, അവൻ ഒരു റിലാക്സേഷനും ഇല്ലാതെ നിൽക്കുകയാണ്, മോൾക്ക് ഒന്ന് സഹായിക്കാൻ പറ്റുമോന്ന്. ഞാനവിടെ മടി ഭാവിച്ചു. സാരമില്ല മോളെ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ, അവനെ നീ ഒരിക്കലും കൈവിടരുതെന്ന് പറഞ്ഞു. ഞാൻ മുക്കിയും മോളി പറഞ്ഞു, അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമെന്ന്. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധം മൂലമാണ് എന്നുള്ള മട്ടിലാണ് ലതീഷ് സാറും ഞാനും കണ്ടുമുട്ടാൻ തുടങ്ങിയത്. അമ്മായിച്ചൻ്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും അതിനുണ്ടായിരുന്നു. ഇതാണ് മോളെ നല്ലത്, ഇതാകുമ്പോൾ നിനക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹവും പറഞ്ഞു. അങ്ങനെ ഇടവും വലവും 2 മാനേജർമാർ എനിക്കായി. പിന്നീട് അവരുടെ കുസൃത്തരങ്ങളിലേക്ക് ഞാൻ ഒന്നു ചേർന്നു. 3 പേരും കൂടിയുള്ള നർമ്മ സംഭാഷണങ്ങളും ഉണ്ടാകും. അതും ഒരു വ്യത്യസ്തതയായിരുന്നു. ഇത്രയും വ്യത്യസ്തത എനിക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ജയലക്ഷ്മി ടീച്ചർ പറഞ്ഞ ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള
പഴഞ്ചൊല്ല് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്ന സൗഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇതിനെ ഒരു റിസ്ക് ആയിട്ട് ഞാൻ ഒരിക്കലും കരുതില്ല മാഡമിനി. കാര്യം സ്വന്തം ഇഷ്ടങ്ങളിൽ മനുഷ്യർ ജീവിക്കണം, അല്ലാതെ എല്ലാ കാര്യങ്ങളും റിസ്ക് ആണെന്ന് പറയുന്നത് ശരിയല്ല. ചിലതൊക്കെ റിസ്ക് ഇല്ലാതെ വേണമെങ്കിൽ മാനേജ് ചെയ്യാം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയായിരിക്കും. ഓരോ മനുഷ്യരുടെയും എടുക്കനുസരിച്ചിട്ടും മനോഭാവം അനുസരിച്ചിട്ടും ഒക്കെ ആണല്ലോ ജീവിതം മാനേജ് ചെയ്യുന്നത്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ തെറ്റ് നിങ്ങളുടെ ശരിയാകാം, നിങ്ങളുടെ ശരി എൻ്റെ തെറ്റുമാകാം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ടീച്ചർ എന്തായാലും കംഫർട്ടബിൾ ആണ്. അവിടെ 3 പേരും നല്ല പോലെ പല വിഷയങ്ങളും പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അത് മതി. ഇതിപ്പോ ഒരു കഥയായി വായിക്കാൻ അയച്ചതാണ്. നമ്മളത് വായിച്ചു, എല്ലാവരും കേട്ടു. സന്തോഷം, സമാധാനം.